നൗഷാദ് കുരുവട്ടൂരിൽ വന്ന ഉടനെ കുരുവട്ടൂര് ചെയ്ത പണി എന്താ കേട്ടോ? കള്ളത്തൊരീക്കത്തിന് ഏതെങ്കിലും എതിർത്തിനിയോന്ന്. ഏയ്, നൗഷാദ് സംഘടനയിൽ പ്രവർത്തിച്ചണോ ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അവൻ പറഞ്ഞോന്ന് കേട്ടോക്കി. ഞാൻ സംഘടനയിൽ പ്രവർത്തിച്ച കാലം. ഇജ് ഏതാ ചെങ്ങായ സംഘടനയിൽ പ്രവർത്തിച്ച കാലം? അന്നെ കൊണ്ട് എന്തോ ഒരു ഉപകാരം നാട്ടുകാർക്ക് കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചായിട്ട് നാട്ടുകാരെന്ത് ചെയ്ത് പ്രവർത്തിക്കാത്ത അന്നെ പിടിച്ച് നേതാവാക്കി. എന്തിന്? എന്തേ ഒരു ഉപകാരം കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചായിട്ട്. അതിലെന്തോ ഉപകാരം കിട്ടിയോ? ഇജങ്ങനെ കുറുക്കന്മാരമാതിരി രാത്രി ഉറക്കമൊഴിച്ച് പകല് മുഴുവൻ ഉറങ്ങി അങ്ങനെ നടന്ന് വേറെ എന്ത് സംഘടനാ കാലം എനിക്കുള്ളത്? വെറുതെ വിടല് വിടുകയെന്നല്ലാതെ. അത് കഴിഞ്ഞ് ശൈഖുനയുടെ സമീപത്ത് അത് കഴിഞ്ഞ് പറഞ്ഞാല് സംഘടന പ്രവർത്തിച്ചാലല്ലേ അത് കയ്യല്. നമ്മൾ എത്തിയപ്പോ അവര് ചോദിച്ച ചോദ്യങ്ങളിൽ ഷെയ്ഖുനയുടെ അടുക്കാണ് കുരുവട്ടൂർ കോമാട്ടുചാൽ അബ്ദുള്ളന്റെ അടുത്ത് എത്തിയപ്പോ ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്താ അറിയോ? ആദ്യത്തെ സെക്കൻഡ് അവനോട് ഗേറ്റ് കടന്നില്ല. അവൻ കടന്ന് കാലട് വെക്കുമ്പോ ഒരു സെക്കൻഡ് ആയല്ലോ, അപ്പം ചോദിക്കാണ്, സംഘടനാ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മഹാനെ സംബന്ധിച്ച് ഏതാ മഹാന്? കള്ളത്തൊരീക്കത്തിനെ കുറിച്ച് എന്നാണ്. അവിടെ മഹാൻ എന്ന് പറഞ്ഞ് തേച്ച് മിനിക്ക് നന്നാക്കൊന്നും വേണ്ട. പറഞ്ഞു പോയിട്ടുണ്ടോ? ഏതെങ്കിലും കള്ളത്തൊരീക്കത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നോക്കിങ്ങള്, ഏറ്റവും വലിയ കള്ളന്റെ അടുത്തൊക്കെ വരുന്നത്. അപ്പൊ കള്ളൻ ചോദിക്കാണ്, വേറെ ഏതെങ്കിലും കള്ളത്തൊരീക്കത്തിന് എതിർത്തീനെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം, ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. കള്ളത്തൊരീക്കത്തിന് ഏതെങ്കിലും എതിർത്തണെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് അവരൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞാലേ നമ്മളെ കൂടാരത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് ഒന്നാമത്തെ നിബന്ധന. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. ആണോ? എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പ്? സുലൈമാണ്ടി, കോമാണ്ടി, ഒരുപാട് ആണ്ടികളുണ്ടല്ലോ. ആയിട്ടുള്ളടത്ത് ഏതാ ഈ കോമാണ്ടിയൊക്കെ ബീരാണ്ടിയൊക്കെ ഏതാ? പരിശുദ്ധ ഖുർആനിന്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് എല്ലാ ആറാമ്പറപ്പും ചെയ്യുന്ന സിഹർ ചെയ്ത് മനുഷ്യന്മാരെ പാട്ടിലാക്കുന്ന വീരാണ്ടിമാര്, ശേഖന്മാര്, ഇവരടുത്തേക്ക് പോവാനാണ്. കള്ളത്തൊരീക്കത്തിനൊക്കെ എതിർത്തിനെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അംഗീകരിക്കുന്ന അവസ്ഥയിൽ എത്തിയാലേ എനിക്ക് പ്രവേശനമുള്ളൂ എന്ന് നൗഷാദിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ്. അറിവില്ലാത്ത കാലം. ഏതറിവില്ലാത്ത കാലം ചെങ്ങായി? വലിയ ഈജന്നെ എത്ര വട്ടം പറഞ്ഞിരുന്നു സമസ്തയിലെ മുഷാവറ അംഗങ്ങൾ മശായഖന്മാരുടെ പാതയിലാണ്, അവർ സമസ്തയുടെ ഔലിയാക്കളുടെ സംഘടനയാണ് സമസ്ത. അത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. വൈലത്തൂർ തങ്ങൾ ഔലിയാക്കൾ, ഇവരൊക്കെ അല്ലേ ഈ സമസ്തയത്തെ ആൾക്കാർ. അതുപോലെ ശംസുലമ ഔലിയാക്കളിൽപ്പെട്ട ആൾക്കാരാണ്. ജനല് പറഞ്ഞത് ഈ വൈലത്തൂർ തങ്ങളും സുലൈമാൻ ഉസ്താദും AP ഉസ്താദും ഒക്കെ അടങ്ങുന്ന ഇവരൊക്കെ വലിയ നിജൻ എൻ്റെ ഉള്ളതുകൊണ്ട് പറഞ്ഞിനെ. അവരൊക്കെ നിൽക്കുന്ന ഔലിയാക്കളുടെ സംഘടനയിലാപ്പിച്ച് പറഞ്ഞ അറിവില്ലാത്ത അവസ്ഥ. അഞ്ചൊന്ന് ആലോചിച്ച് നോക്കിയാൻ്റെ ഒരു അവസ്ഥ. വളരെ പ്രധാനപ്പെട്ട ഒരു മഹാന്റെ മുരീദുമായി ബന്ധപ്പെട്ട് എന്റെ ഒരു പ്രസംഗത്തിൽ വന്ന പരാമർശം ശൈഖുന തന്നെ ആ മഹാന്റെ സമീപം. ഏത് ശൈഖുന? ഈ കോമാടൻ എന്ന് പറയുന്ന പിശാചുവാദിയായ ശൈഖുന. എന്നെ ശൈഖുന തന്നെ ആ മഹാന്റെ സമീപത്തേക്ക്. ഏത് മഹാന്റെ അറിയോ? സമസ്ത ഒന്നടങ്കം കള്ളത്തൊരീക്കത്താണ് എന്ന് പാസാക്കിയ മഹാന്റെ അടുക്കലേക്ക് പോയിട്ട് ഇവനോട് തോപ ചെയ്യാൻ പറഞ്ഞു. എന്നെ പിടിച്ചുകൊണ്ടുപോയി എന്റെ അവിടെ പിടിച്ച് ചെവി കുടിച്ചു കൊണ്ടുപോയിണ്ടാവൂലേ, കുന്നി പിടിച്ചു കൊണ്ടുപോയിണ്ടാവും. ഏത് ശൈഖുനായുടെ? ജനങ്ങളെ സിഹർ ചെയ്ത് കൊല്ലുന്ന കള്ളത്തൊരീക്കത്തിന്റെ ശൈഖുനായുടെ മാർഗത്തിൽ ഹദ്റത്തിൽ എന്നെ കൊണ്ടുപോയി മാപ്പ് പറയിപ്പിച്ചു. അത് അവര് പൊരുത്തപ്പെട്ടു തന്നു. ഏത് പൊരുത്തപ്പെട്ടെന്ന്? കള്ളന്മാരങ്ങ് പൊരുത്തപ്പെടുന്നൊരു കാര്യണ്ടോ? എല്ലാം ഒരു കുടത്തിലല്ലേ. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാ തീരൂല. അതൊന്നും ഒരു കളിയല്ല, പറഞ്ഞാ തീരൂല അതൊന്നും. ഇനി എന്റെ കള്ളത്തൊരീക്കത്ത് പറഞ്ഞാ തീരുവോ? അത് തീരൂല്ല. നന്നായിക്കനോ ഉഷാദമാണെങ്കിൽ.